ശക്തരാക്കുകയും ചെയ്യണം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ വാദങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എന്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗ്ഗത്തിൽ നയിക്കുന്നു. വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ തിരുകുമാരനായ ഈശോയെ ഞങ്ങളുടെ രക്ഷകനായി നൽകിയല്ലോ. ഈശോയുടെ മാതൃകയിൽ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാത സ്വീകരിച്ച് സ്വയം ബലിയായി തീരുവാൻ അൽഫോൻസാമയെ അങ്ങ് സജ്ജയാക്കിയല്ലോ. ഗോതമ്പ് മണി നിലത്ത് വീണ് അടിയുന്നില്ലെങ്കിൽ അത് വെറുതെ ഇരിക്കുന്നു, അടിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നരുളി ചെയ്ത ഈശോനാഥ, അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് സ്വയം ഇല്ലാതായി മഹത്വത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ വിശുദ്ധ അൽഫോൻസായെ അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. രക്ഷകനായ ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാനും അവിടുത്തെ പദ്ധതികളോട് പൂർണ്ണമായി സഹകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവഹിതം കണ്ടെത്തി സ്വയം സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എന്റെ ഇഷ്ടം എന്നരുളി ചെയ്ത കർത്താവായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നെ മുഴുവനും ഞാൻ എന്റെ കർത്താവിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് ഏറ്റുപറഞ്ഞു ജീവിച്ച വിശുദ്ധ അൽഫോൻസ ഞങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയും വഴികാട്ടിയുമാണല്ലോ. ഈ ലോക ജീവിതത്തിന്റെ ആവശ്യങ്ങളും ഉത്കണ്ഠകളും വെടിഞ്ഞ് എന്റെ രക്ഷയ്ക്ക് നൽകുന്നത് മാത്രമേ എന്റെ കർത്താവ് എനിക്ക് നൽകുകയുള്ളൂ എന്നുള്ള ജീവിതായ വിശ്വാസം എനിക്ക് നൽകണമേ. ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും മനസ്സുവസറായ അൽഫോൻസാമയെ പോലെ കർത്താവ് എന്റെ ഇടയനാണെന്ന് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസത്തോടെ അങ്ങിൽ മാത്രം ആശ്രയിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധമായ സന്ദേശം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ ദൈവങ്ങളിൽ സംസാരിച്ചുകൊണ്ട് അൽഫോൻസാമയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം. സഹനവും ത്യാഗവും വഴി ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച അൽഫോൻസാമയെ ഞങ്ങളുടെ എല്ലാ ജീവിത ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും ദൈവഹിതം ദർശിക്കുവാനും അവിടുത്തെ പരിപാലനയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ജീവിക്കുവാനും ഞങ്ങൾ ശക്തരാകുവാനും കാൽവരിയിലെ കുരിശിൽ സ്വയം സമർപ്പിച്ച് ഈശോയെ അനുകരിച്ചുകൊണ്ട് സ്വയം ബലിവസ്തുവായി ഓർമ്മിക്കപ്പെടുവാൻ അഭിലഷിച്ച അൽഫോൻസാമയെ ഞങ്ങളുടെ ജീവിതങ്ങളെയും സ്നേഹത്തിന്റെയും സ്വയം ദാനത്തിന്റെയും നിരന്തര ബലിയായി സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുവാൻ ഞാൻ എന്നെ മുഴുവനും കർത്താവിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ അൽഫോൻസാമയെ പ്രാർത്ഥനാ ചൈതന്യവും വിശ്വാസ തീഷ്ണതയും നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾ പ്രാപ്തരാകുവാൻ അൽഫോൻസാമയെ
അൽമായ പ്രേക്ഷിതർ എന്നിവരെയും പരിപാലിക്കുവാനും ആത്മീയ നന്മകളാലും ദൈവിക സൗഹൃദങ്ങളാലും നിറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് പ്രാർത്ഥിക്കാമോ? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് വിളിച്ചത് ഈശോനാഥ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളാകുന്ന കുരിശുകളെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന കാരുണ്യവാനായ കർത്താവ്, അൽഫോൻസാമ വഴി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധ്യാനത്തെ കരുണാപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തൃക്കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ചേർന്നു. ഓ യേശുനാഥ, അങ്ങയുടെ ഹൃദയത്തിലെ മുറിവിൽ എന്നെ മറക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എന്റെ ആശയിൽ നിന്ന് എന്നെ മുക്തയാക്കണമേ. കീർത്തിയുടെ ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ചോദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാത്മജ്വാലയിലെ ഒരു പൊടിയും ആകുന്നതുവരെ എന്നെ വെളിപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മാറ്റി കളയുന്നതിനുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് തരണമേ. പറഞ്ഞറിയാൻ വയ്യാത്ത മാതൃകമായ എന്റെ ഈശോയെ ലൗകിക ആശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. നീതിസൂര്യനായ എന്റെ ഈശോയെ, നിന്റെ തിരുക്കതിരുന്നാൻ എന്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കൊണ്ട സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ആമേൻ. സമാധാന പ്രാർത്ഥന. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് എടുത്തുകളയാൻ ആർക്കും സാധ്യമല്ല എന്നൊരു ചെയ്ത കർത്താവ് ചോദിച്ചു. എൻ്റെ സമാധാനത്താൽ നമ്മളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. വിശുദ്ധ അൽഫോൻസായ സ്വർഗീയ ഫലങ്ങളാൽ നിറച്ച കർത്താവ് തൻ്റെ അനുഗ്രഹത്താൽ നമ്മയും സന്തുഷ്ടരാക്കട്ടെ. എല്ലാവിധ ക്ലേശങ്ങളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിൽ നിന്നും മോചനം നൽകി അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവതിരുമനസ്സും ധരിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുവാനും ആത്മീയ ഫലങ്ങളാൽ നിറയുവാനും അവിടുന്ന് നമ്മളെ ശക്തരാക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ മാർഗ്ഗത്തിൽ ദൈവസന്നിധിയിൽ പ്രത്യാശയും സമർപ്പണ ബോധവും വിശ്വാസവും ഉള്ളവരായി ജീവിക്കുവാനും വിശുദ്ധിയിൽ വളർന്ന നന്മകൾ പുറപ്പെടുവിക്കുവാനും അവിടുന്ന് നമ്മളെ പ്രാപ്തരാക്കും.